നവൈത്തുൽ ഇഅ്തികാഫ ഫി ഹാദൽ മസ്ജിദി ലില്ലാഹി തആല എന്ന നിയ്യത്തോടുകൂടെ അള്ളാഹുവിൻ്റെ പള്ളിയിലുള്ള ഈ ഒത്തുകൂടൽ അള്ളാഹു സ്വാലിഹായ അമലായി നമ്മുടെ പക്കൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജല്ല ജലാലുവായ അള്ളാഹു സുബ്ഹാനഹു വ തആല 10,000 മുഅ്ജിസത്ത് കൊടുത്തിട്ടുണ്ട്. അമാനുഷിക കഴിവുകൾ എന്നാണ് മുഅ്ജിസത്തിന്റെ അർത്ഥം. സാധാരണ മനുഷ്യന്മാർക്ക് ചെയ്യാൻ കഴിയാത്ത കഴിവുകൾ, മുഅ്ജിസത്തുകൾ. അമ്പിയാക്കന്മാരല്ലാത്ത ആളുകൾക്ക് അള്ളാഹു അവരെ ബഹുമാനിച്ചുകൊണ്ട് കൊടുക്കുന്ന അത്ഭുതങ്ങൾക്ക് കറാമത്ത് എന്നും പറയും. അമ്പിയാക്കന്മാർക്ക് അള്ളാഹു അത്ഭുതങ്ങൾ കൊടുക്കുന്നത് അവര് നബിയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടാനാണ്. നബിയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും മുഅ്ജിസത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നബിയാണെന്ന് ബോധ്യപ്പെടേണ്ടത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നമ്മുടെ പാർലമെന്റിൽ ഒരാള് മെമ്പർ ഓഫ് പാർലമെന്റ് MP ആവുമ്പോൾ അയാൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നു, MLA ആവുമ്പോഴും സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച് ആ ചടങ്ങിൽ വെച്ചിട്ടാണ് അവരുടെ സ്ഥാനാഹരണം. ഇതേപോലെ എല്ലാവരെയും വിളിച്ചു ചേർത്ത് ഞാൻ ഇന്ന ആളെ പ്രവാചകനാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ആരെ സംബന്ധിച്ചും പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ പ്രവാചകനായി നബിയായി വരുന്നവരും അള്ളാഹും തമ്മിലുള്ള ഒരു പ്രത്യേകമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ നബിയാകുന്നത്. നബി എന്നുള്ളത് പ്രകൃതിപരമായ ഒന്നല്ലത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നബിയാക്കുമ്പോഴാണ് അവർ നബിയാകുന്നത്. അഹ്ലുസുന്നയുടെ വിശ്വാസം അങ്ങനെയാണ്. അള്ളാഹു ഒരു നബിയാക്കുമ്പോൾ ഒരു നബിയാകുന്നു. അതിന് പ്രത്യേകമായ സമയമുണ്ട്. ആ സമയത്ത് അള്ളാഹു നബിയാക്കുന്നു. അതാ നബിയും അള്ളാഹും തമ്മിലുള്ള ഒരു പ്രത്യേകമായ ബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയായത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. റബീഉൽ അവ്വൽ 12-നാണ്. ആ റബീഉൽ അവ്വൽ 12 കഴിഞ്ഞ് പിന്നീട് 6 മാസം കഴിഞ്ഞിട്ടാണ് ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നുള്ള സൂറത്ത് അവതരിക്കുന്നത്. ആ സൂറത്ത് അവതരിക്കുന്നതിന്റെ മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായിട്ടുണ്ട്, പ്രവാചകനായിട്ടുണ്ട്. ആ പ്രവാചകനായത് എങ്ങനെയാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ നൽകി. അങ്ങനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നം മുഖേനയാണ് പ്രവാചകനായത്. അപ്പൊ ഞാൻ പ്രവാചകനാണ് എന്നുള്ളത് ആ പ്രവാചകന്മാരുടെ മനസ്സിൽ അങ്ങ് ഉറക്കുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ അത് മറ്റുള്ളവർക്ക് അംഗീകരിക്കാം. സാധാരണ പ്രവാചകന്മാരല്ലാത്ത വലിയായിരുന്നാലും ശരി, ആരായിരുന്നാലും ശരി, അവരുടെ സ്വപ്നങ്ങൾ അവർക്ക് വേണമെങ്കിൽ എടുക്കാം എന്നേ ഉള്ളൂ. ഒരു സ്വപ്നത്തിൽ ഒരാൾ വന്ന് പറഞ്ഞു, നീ ഇന്നത് ചെയ്യണം എന്ന് സ്വപ്നത്തിൽ പറഞ്ഞാൽ അത് എടുത്തോളന്നില്ല. എടുക്കാതിരിക്കാം, അങ്ങനെ ഇല്ല. സ്വപ്നത്തിൽ വന്നാൽ സ്വപ്നത്തിലുള്ള നിർദ്ദേശങ്ങൾ എടുത്തുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകന്മാരായ ആൾക്കാരുടെ സ്വപ്നങ്ങൾ അത് അംഗീകരിക്കപ്പെടുന്നതാണ്. കാരണം പ്രവാചകന്മാരെ ആ വിഷയത്തിൽ ശൈത്താന് സ്വാധീനിക്കൂല. ഒരു വിഷയത്തിലും ശൈത്താന് സ്വാധീനിക്കൂല. നമ്മുടെ സ്വപ്നങ്ങൾ പലപ്പോഴും അത് പൈശാചികമായിരിക്കാം, പിശാചിൽ നിന്ന് വരുന്നതായിരിക്കാം നമ്മുടെ സ്വപ്നങ്ങൾ. അതുകൊണ്ട് സ്വപ്നം മുഖേന ഞാൻ സ്വപ്നത്തിൽ അത് കണ്ടു, ഞാൻ സ്വപ്നത്തിൽ ഇത് കണ്ടു എന്ന് ആരെങ്കിലും പറഞ്ഞാല് അത് വെറും ഒരു പൊട്ടവാക്കെന്നല്ലാതെ അത് നമ്മൾ അംഗീകരിക്കേണ്ടതില്ല. പരിശുദ്ധമായ ദീനിന്റെ നിയമം അങ്ങനെയാണ്. ഞാനിപ്പോ ഒരു സ്വപ്നം കണ്ട് എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞാൽ അത് നിങ്ങൾ കേൾക്കേണ്ടതില്ല. അങ്ങനെ പറയാനും പറ്റൂല. സ്വപ്നങ്ങൾ എന്തൊക്കെ കാണും, ആരൊക്കെ എന്തൊക്കെ കാണും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ സ്വപ്നം കണ്ടു, ഞാനിങ്ങനെ സ്വപ്നത്തിൽ കണ്ടു ഒരാൾ എനിക്ക് സിഹ്ർ ചെയ്തിക്കണ്, ഒരാൾ വീട്ടിന്റെ ആ അടുക്കളന്റെ ഭാഗത്ത് ആ പാത്രത്തിന്റെ ചോട്ട് എന്തോ കൊടുന്നിച്ചിക്കണ് എന്ന് ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ പറ്റൂല. അങ്ങനെ അംഗീകരിക്കാൻ പാടില്ലെന്നാണ് പരിശുദ്ധമായ ദീൻ ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു നിലക്കും ഒരു സ്വപ്നങ്ങൾക്ക് യാതൊരു വാല്യൂം നമ്മുടെ സ്വപ്നങ്ങൾക്കില്ല, പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾക്കുണ്ട്.
അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഞാൻ പ്രവാചകനായ ആണ്, അവിടെ മുതൽക്കാണല്ലോ മക്കയിലെ ആളുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എതിർത്തു തുടങ്ങിയത്. അതുവരെ എതിർത്തില്ലല്ലോ. അപ്പൊ നിങ്ങൾ പ്രവാചകനാണെന്നതിന്റെ തെളിവ്, നിങ്ങൾ പ്രവാചകനാണ് എന്നെന്താണ് തെളിവ്? അതിനാണ് അതുവരേക്കും ഇല്ലാത്തതായ മറ്റുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ചെയ്യാൻ കഴിയാത്ത അത്ഭുതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വക്കൽ നിന്ന് വരുന്നു, മറ്റു പ്രവാചകന്മാരുടെ വക്കൽ നിന്ന് വരുന്നു. വിശുദ്ധ ഖുർആൻ ഒരു മുഅ്ജിസത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അക്ഷരങ്ങൾ അഭ്യസിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. ഇനി പള്ളിക്കൂട്ടത്തിൽ പോകാതെ ഏതെങ്കിലും ഒരു അധ്യാപകനെ വീട്ടിൽ വരുത്തിയോ അല്ലെങ്കിൽ ആ അധ്യാപകന്റെ അടുത്ത് പോയിട്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിച്ചിട്ടില്ല. ഉമ്മിയാണ്. എഴുത്തും വായനയും അറിയില്ല എന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുത്തും വായനയും പഠിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ എഴുത്തും വായനയൊന്നും പഠിക്കാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സാഹിത്യത്തിൽ ഉത്തുംഗതിയിൽ നിൽക്കുന്ന വിശുദ്ധ ഖുർആൻ ഉണ്ടാകുമ്പോൾ അതൊരു മുഅ്ജിസത്താണ്. അപ്പോഴാണ് അത് മുഅ്ജിസത്താകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മി, എഴുത്തും വായനയും പഠിക്കാത്ത ആള് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു മദ്ഹാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ട് പറയുന്നതാണ്. കാരണം എന്താ? ഇതാണ് കാരണം. ഇപ്പോ നമ്മൾ ഒരാളെ പറ്റി അക്ഷരാഭ്യാസമില്ലാത്തവരെന്ന് പറയുന്നത് അയാളെ മോശാക്കനാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഉമ്മി, എഴുത്തും വായനയും പഠിക്കാത്ത ആളെന്ന് പറയുന്നത് റസൂലുള്ളാഹിനെ മോശാക്കലല്ല, റസൂലുള്ളാഹിനെ ഉന്നതനാക്കലാണ്. എന്തുകൊണ്ട്? അങ്ങനെ എഴുത്തും വായനയൊന്നും പഠിക്കാത്ത വ്യക്തിയിൽ നിന്ന് ഈ നിലക്കുള്ള സാഹിത്യം വരുമ്പോ അത് ആ വ്യക്തിയിൽ നിന്നല്ല എന്ന് മനസ്സിലാക്കാമല്ലോ. ബുദ്ധിയുള്ള ആൾക്കാർ മനസ്സിലാക്കാമല്ലോ. അങ്ങനത്തെ ഒരാളിൽ നിന്ന് ഈ സാഹിത്യം വരികയാണ്. വിശുദ്ധ ഖുർആനാകുന്ന വളരെയധികം സാഹിത്യമുള്ളത് വരുമ്പോ അപ്പോഴാണ് ജനങ്ങൾ മനസ്സിലാക്കുക, അപ്പൊ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തമായി കൊണ്ടുവരുന്നതല്ല, അള്ളാഹുൽ എന്നുള്ളതാണ്, അപ്പൊ പ്രവാചകനാണ് എന്ന് മനസ്സിലാകും. അതുകൊണ്ടല്ലേ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങൾക്ക് ദൃഷ്ടാന്തമായി കൊണ്ട് പാറക്കെട്ടിൽ നിന്നിട്ട് ഒട്ടകത്തെ പുറപ്പെടുവിച്ചു. ഒട്ടകം പാറയിൽ നിന്നിട്ട് വന്നു, അതിലേക്ക് തന്നെ അത് തിരിച്ചുപോയി. അതൊക്കെ ജനങ്ങൾ കാണുകയാണ്. ഒരു സാധാരണ ഒരു മനുഷ്യനിക്ക് അത് കഴിയില്ല. ഒട്ടകത്തെ പാറയിൽ നിന്നിട്ട് ഒട്ടകത്തെ എടുക്കാൻ കഴിയില്ല. ഒരു യുദ്ധവേളയിൽ തിരിച്ചു വരുമ്പോ മഹാന്മാരായ സഹാബത്തിന് ഒതുകൊടുക്കാൻ വെള്ളമില്ല, ആരെ കയ്യിലും വെള്ളമില്ല, ഒരൊറ്റ കുട്ടിന്റെ കയ്യിലും വെള്ളമില്ല. വെള്ളം കിട്ടുന്ന അടുത്തെവിടുന്ന് വെള്ളവും കിട്ടൂല. ആ സമയത്ത് സഹീഹുൽ ബുഖാരിയിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് എന്ന് പരാതി പറഞ്ഞു, ഞങ്ങൾക്ക് ഒതുകൊടുക്കാൻ വെള്ളമില്ല എന്ന് പരാതി പറഞ്ഞു. അപ്പൊ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാത്രം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ആ പാത്രത്തിൽ കൈ വെച്ചപ്പോ റസൂലുള്ളാഹിന്റെ കൈയിന്റെ വിരലിന്റെ ഇടയിലൂടെ വെള്ളം ഇങ്ങനെ, പൈപ്പ് തുറന്നാൽ, ടാപ്പ് തുറന്നാൽ എത്ര ഫോഴ്സിലാണോ വെള്ളം വരുന്നത് അതിനേക്കാളും ഫോഴ്സിൽ വെള്ളം ഇങ്ങനെ വരുന്നത് ഞങ്ങൾ കണ്ടു. സഹാബത്ത് പറയാം, കൈയിന്റെ വിരലിന്റെ ഇടയിലൂടെ. നമ്മളാരെങ്കിലും കൈയിന്റെ വിരലിന്റെ ഇടയിലൂടെ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ ആ വെള്ളം തൊടുക, നമ്മൾ അറപ്പും പൊറുപ്പുമായിട്ട് എന്ത് ചെയ്യും, മാറി നിൽക്കൂലേ? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈയിന്റെ വിരലിന്റെ ഇടയിലൂടെ ശുദ്ധമായ വെള്ളം ഇങ്ങനെ വന്നപ്പോ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, ലോകത്തെ വെള്ളങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം ആ വെള്ളമാണ്. വഅഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി അസാബിഇൻ നബിയിൽ മുത്തബഅ. ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം സംസം എന്ന് പറഞ്ഞുകൂടാ. ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം ഏതാ? ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈയിന്റെ വിരലിന്റെ ഇടയിലൂടെ വന്ന വെള്ളമാണ്. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം. പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം സംസമാണ്. സംസമാണ് പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന വെള്ളം, അതാണ് മാഉ സംസമാണ്. പിന്നെ വേറെ ചില വെള്ളങ്ങളെ പറ്റിയിട്ട് പിന്നെ പറയുന്നുണ്ട്. അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം ഇതാണ്. സഹീഹുൽ ബുഖാരിയിലുണ്ട് ആ ഹദീസ്. അങ്ങനെ വന്നു, ഞങ്ങളൊക്കെ ഒളു കൊടുത്തു, ഞങ്ങൾക്കൊക്കെ ഒളു ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ വെള്ളമുണ്ടായി. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നേരിട്ടിട്ട് സഹാബത്ത് സഹായം ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നേരിട്ട് സഹായം ചോദിക്കുകയാണ്. സഹാബത്തിനറിയാം റസൂലുള്ളാഹിന്റെ കയ്യിൽ വെള്ളമില്ല, പ്രത്യക്ഷമായ മാർഗത്തിലൂടെ ഞങ്ങളെ സഹായിക്കാൻ റസൂലുള്ളാഹിക്ക് കഴിയില്ലെന്ന് അവർക്കറിയാം. കാരണം ക്യാനിലോ അല്ലെങ്കിൽ മറ്റു പാത്രങ്ങളിലൊന്നും വെള്ളമില്ല, സഹാബത്തിന്റെ കയ്യിലും വെള്ളമില്ല, പരിസരത്തൊന്നും വെള്ളം കിട്ടാൻ ഒരു സാധ്യതയും ഇല്ലെന്ന് അറിഞ്ഞിട്ടാണ് സഹാബത്ത് റസൂലുള്ളാഹിയോട് പോയിട്ട് സഹായം ചോദിക്കുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല, നിങ്ങൾ പടച്ചവനോട് ചോദിച്ചോളി, എന്നോടെന്തിനാ ചോദിക്കണത്? നിങ്ങൾ പടച്ചവനോട് ചോദിച്ചോളി, എന്നോടെന്തിനാ ചോദിക്കണത് എന്ന് പറഞ്ഞില്ല.
അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഇപ്പൊ എന്റെ കയ്യിൽ വെള്ളമില്ല, നിങ്ങളെ കയ്യിലും വെള്ളമില്ല, നിങ്ങൾക്ക് അറിഞ്ഞൂടെ, പിന്നെ എന്തിനാ എന്നോട് വന്ന് ചോദിക്കണത്? അള്ളാഹിനോടല്ലേ ചോദിക്കേണ്ടത്, എന്നോട് വന്ന് എന്ത് ഞങ്ങൾ ചോദിക്കണത് എന്ന് പറഞ്ഞില്ല. പറയാതെ അത് സ്വീകരിച്ചു. നിങ്ങൾ ചെയ്തത് തെറ്റാണെന്നും പറഞ്ഞില്ല, അത് സ്വീകരിച്ചു. അത് സ്വീകരിച്ചിട്ട് അവർക്ക് വെള്ളം കൊടുത്തു. ഇതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്കൊക്കെ പലതും കഴിയും, നമുക്ക് കഴിയാത്തൊക്കെ ഓൽക്ക് കഴിയും. അതുകൊണ്ട് നമ്മൾ അവരോട് പോയി ചോദിക്കണം. ആ പോലും മരിച്ചാലും ജീവിച്ചിരിക്കാനും ഒക്കെ കണക്കന്നെ. ഔലിയാക്കന്മാരായ ആളുകളുടെ മരണവും അത് മഹാന്മാരായ പണ്ഡിതന്മാര് ആയത്തിലും ഹദീസിലും പറഞ്ഞിട്ടുണ്ട്. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാ. അവർ മരിച്ചവരാണെന്ന് നിങ്ങൾ കരുതണ്ട, അവർ ജീവനുണ്ട് അവർക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ രൂപത്തിൽ അവർക്ക് സംവിധാനം ചെയ്തിട്ടുണ്ട്, അറിയാനും കാര്യങ്ങൾ പങ്കെടുക്കാനും. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ 7 ചെറുപ്പക്കാരായ ആളുകളെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു റോമാ സാമ്രാജ്യത്തിലെ ഒരു പ്രദേശത്തേക്ക് ദീൻ ക്ഷണിക്കാൻ വേണ്ടി പോയി. ആ 7 ചെറുപ്പക്കാരിൽപ്പെട്ട ഒരാൾ ഒഴികെ എല്ലാവരെയും അവർ കൊന്നു. ആ ചെറുപ്പക്കാരെ മുഴുവനും കൊന്നു. ഒരാളെ മാത്രം അവിടെ നിർത്തി. അയാൾ നല്ല ചൊറുക്കുള്ള ഒരു മനുഷ്യനായിരുന്നു, ചരിത്രത്തിൽ കാണാം. നല്ല ചൊറുക്കുള്ള മനുഷ്യനായിരുന്നു, നല്ല ചെറുപ്പക്കാരനായിരുന്നു, വാചാലനായിരുന്നു, ആരെയും ആകർഷിപ്പിക്കാൻ പറ്റുന്ന പ്രകൃതിക്കാരായിരുന്നു ആ ഒരാൾ. അയാളല്ലാത്ത 6 ആൾക്കാരെയും ആ നാട്ടുകാർ കൊന്നു. ഈ ഒരാളെ അവിടുത്തെ രാജാവ് പ്രമാണി ബന്ധപ്പെട്ട ആള് പറഞ്ഞു, ഇവനെ നമ്മൾ കൊല്ലണ്ട, ഓനെ നമുക്ക് മതം മാറ്റാം, ക്രിസ്തു മതത്തിലേക്ക് അവനെ മാറ്റാം. അതിനൊരു മാർഗമുണ്ട്. എൻ്റെ മകള് നല്ല സൗന്ദര്യമുള്ള കുട്ടിയാണ്, അവളുമായിട്ട് ഇവനെ ഒരു റൂമിൽ അടച്ചാൽ അവള് വേണ്ടതൊക്കെ ചെയ്തോളും, ഓളെ സൗന്ദര്യത്തിൽ ആകർഷിച്ചു കൊണ്ടിട്ട് അവള് വേണ്ടതൊക്കെ ചെയ്തോളും, മതം മാറ്റിക്കോളും എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ ഈ പെൺകുട്ടിയുമായിട്ട് ഒരു റൂമിൽ ഒറ്റയ്ക്ക് അടക്കുകയും ആ പെൺകുട്ടിക്ക് ഒരു നിലക്കും ഇദ്ദേഹത്തെ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല. തന്റെ സൗന്ദര്യം ഏതൊക്കെ രൂപത്തിൽ പ്രകടിപ്പിക്കാൻ കഴിയോ അതൊക്കെ പ്രകടിപ്പിച്ചിട്ടും ആ റൂമിലേക്ക് അങ്ങ് ചെന്ന ഉടനെ തന്നെ ഇദ്ദേഹം നിസ്കരിക്കാൻ തുടങ്ങി. ചരിത്രത്തിൽ കാണാൻ നിസ്കരിക്കാൻ തുടങ്ങി. ഒരു നിലക്കും ഇവരുടെ ഒന്നിലും വഴങ്ങിയില്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് പേടിയും അള്ളാഹുവിനെ പറ്റി ചിന്തയുമുള്ള ആളുകൾക്ക് അല്ലാത്ത ഒന്നും സൗന്ദര്യമായി തോന്നൂല. അള്ളാഹു അല്ലാത്ത ഒന്നും സൗന്ദര്യമായി തോന്നൂല. അള്ളാഹു മാത്രമാണ് അവർക്ക് ഉണ്ടാവുക. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് മഹാന്മാരായ ഔലിയാക്കന്മാർക്കുള്ളത്. വേറെ ഒന്നും അള്ളാഹു ഹാദിരി, അള്ളാഹു നാദിരി, അള്ളാഹു ഷാഹിദി, അള്ളാഹുമായി അവർക്ക് വേറെ ഒരു ചിന്തയില്ല. അപ്പൊ എന്ത് കാട്ടിയാലും ശരി, എന്ത് ചെയ്താലും ശരി, അതിലേക്കൊന്നും നോക്കൂല. അങ്ങനെ ആണ് മഹാന്മാരുടെ അവസ്ഥ. അങ്ങനെ ഈ പെൺകുട്ടി, ഇദ്ദേഹത്തോട് പെൺകുട്ടിക്ക് സ്നേഹം വന്നു, ആദരവ് വന്നു, ബഹുമാനം വന്നു. പെൺകുട്ടി പറഞ്ഞു, പാതിരാ സമയത്ത് നിങ്ങളെ ഞാൻ പുറത്തേക്ക് വിടാം, നിങ്ങൾക്ക് പോകാനുള്ള സംവിധാനം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ അവൾ അഴിച്ചുവിട്ടു, ഇദ്ദേഹത്തെ ഒഴിവാക്കി വിട്ടു. അങ്ങനെ മൂപ്പര് പോവുകയാണ്, നടന്നിങ്ങനെ പോവാം, വേറെ നിവൃത്തിയില്ല. നടന്നിങ്ങനെ പോകുമ്പോഴാണ് ഈ 6 സഹോദരന്മാര് വരുന്നത്. കുതിരപ്പുറത്ത് ഈ 6 ആൾക്കാർ വരും. മരിച്ചുപോയി കൊല്ലപ്പെട്ടതായ 6 ആൾക്കാർ കുതിരപ്പുറത്തേക്ക് വരിക. അപ്പൊ ഇയാൾ ചോദിച്ചു, നിങ്ങൾ കൊല്ലപ്പെട്ടില്ലേ, പിന്നെ നിങ്ങളെങ്ങനെ ഇപ്പൊ ഈ വരുന്നത്? അപ്പൊ പറഞ്ഞു, ഖലീഫ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് മരിച്ചിരിക്കുന്നു. എന്താണ് ആ വാക്ക്? ഖലീഫ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് മരിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജനാസ നിസ്കരിക്കാൻ അവസരം നൽകി. ഞങ്ങൾ നിസ്കരിച്ചിട്ട് വരികയാണ്. നിങ്ങൾ നോക്ക്, നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് വല്ലാണ്ട് പോയിട്ടുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ കൊടുക്കുന്ന സ്ഥാനം എത്രയാണ്, ശുഹദായിനൊക്കെ കൊടുക്കുന്ന സ്ഥാനം എത്രയാണ്. എനിക്കറിയാം, നമ്മുടെ ഇടയിൽ ഇപ്പോഴും ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഇവിടെ ഈ മേലെപ്പറമ്പിൽ നിന്നല്ല, നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം വിശുദ്ധ കഅബാലയത്തിന്റെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹം ദ്വാരക്കുന്നത്, അള്ളാഹു എന്നെ ഷഹീദായി മരിപ്പിക്കണേ. ഒരുപാട് പരീക്ഷണങ്ങൾ അദ്ദേഹം നേരിട്ടു, ധാരാളം പരീക്ഷണങ്ങൾ അദ്ദേഹം നേരിട്ടു, പല നിലക്കുള്ള പരീക്ഷണങ്ങൾ അദ്ദേഹം നേരിട്ടു. അതിനുശേഷം ആ ദുആക്ക് ശേഷം അദ്ദേഹം നേരിട്ടു, അതും എനിക്കറിയാം. അപ്പൊ ജല്ല ജലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹീദാവുക എന്ന് പറഞ്ഞാൽ പലർക്കും പല കോലത്തിലാണ് ആ അവസ്ഥ കൊടുക്കുക. ബഹുമാനപ്പെട്ട മമ്പറത്തെ തങ്ങൾ പാപ്പ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട്. മമ്പറത്തെ തങ്ങൾ പാപ്പ അനുവാദം കൊടുത്തിട്ടുണ്ട്, നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട്. മമ്പറത്തെ തങ്ങൾ പാപ്പ
അനുവാദം കൊടുത്ത ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരമാണ് മുട്ടിയറ. മുട്ടിയറ ശുഹദാക്കൾ എന്ന് പറയുന്നത് മഹാനായ അമ്പലത്ത് തങ്ങൾ പാപ്പാന്റെ അനുവാദത്തോടുകൂടെ അവർ പോയതാണ്. അമ്പലത്ത് തങ്ങൾ പാപ്പ അതിൽ പങ്കെടുത്തിട്ടില്ല. എന്നാൽ അമ്പലത്ത് തങ്ങൾ പാപ്പ പങ്കെടുത്ത ഒരു സമരമാണ് ചേറൂർ ശുഹദാക്കൾ. ചേറൂർ ശുഹദാക്കൾ ചേറൂർ യുദ്ധത്തിൽ അമ്പലത്ത് തങ്ങൾ പാപ്പ നേരിട്ട് പങ്കെടുത്തു. അതിൽ അമ്പലത്ത് തങ്ങൾ പാപ്പാക്ക് ബ്രിട്ടീഷുകാരെ വക്കിൽ നിന്നൊരു വെടിയേറ്റു. വെടി തുടമ്പ കൊണ്ടു. ആ വെടി തുടമ്പ കൊണ്ടിട്ട് ആ വെടിയുണ്ട പുറത്തേക്ക് പോകാതെ അവിടെ തന്നെ നിന്ന് അമ്പലത്ത് തങ്ങൾ പാപ്പാക്ക് പനി വന്നു. കാരണം സാധനം ഉണ്ടായ പനി വരും. ആ പനി വന്നിട്ട് ധാരാളം ആൾക്കാരുമായി ചികിത്സിച്ചു. പാലൂരുകാരായ ഒരു വൈദ്യന്, ആ വൈദ്യനാണ് ലാസ്റ്റ് അത് കണ്ടുപിടിച്ചത്. ചികിത്സിച്ചിട്ടൊന്നും മാറുന്നില്ല. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളാണ്. വലിയ വലിയ ആൾക്കാർക്ക് രോഗം വരൂലെന്നോ ഇങ്ങനൊന്നും സംഭവിക്കൂല എന്നൊന്നുമില്ല. അതൊക്കെ അവർക്കൊക്കെ വലിയ വലിയ ആൾക്കാർക്ക് വലിയ വലിയ പരീക്ഷണങ്ങളുണ്ടാവും. പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് അത് സ്വർണത്തെ തീയിൽ കാച്ചുന്നത് പോലെ അള്ളാഹുവിന്റെ മഹാന്മാരായ ആളുകളെ അള്ളാഹു തീയിലിട്ടിട്ട് ഇങ്ങനെ കാച്ചുകയാണ്. അങ്ങനെ ഓൽക്ക് സ്വർണം തീയിലിട്ട് ഇങ്ങനെ കാച്ചുന്നതിനനുസരിച്ച് തിളക്കം ഇങ്ങനെ കൂടുക. അപ്പോൾ മഹാന്മാരായ ആൾക്കാർക്ക് പരീക്ഷണങ്ങൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഓലിങ്ങനെ പിന്നെ 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 കൂടുതലായിട്ട് അള്ളാഹുലേക്ക് അടുക്കുക ചെയ്യാം. അവര് പരാജയപ്പെടുന്നില്ല. നമുക്കിങ്ങനെ പ്രത്യക്ഷത്തിൽ ഇങ്ങനെ കണ്ടാൽ വിചാരിക്കും ഓൽക്ക് വലിയ വിഷമം ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും നമുക്ക് തോന്നും. അങ്ങനെയല്ല. അവർ അള്ളാഹു തീയിലിട്ട് കാച്ചുക എന്നാണ് മഹാന്മാര്, ഉസ്താദുമാര്, മശായിഖന്മാരൊക്കെ അതിനെപ്പറ്റി പറഞ്ഞത്. അപ്പോ അമ്പലത്ത് തങ്ങൾ പാപ്പാന്റെ ഒരുപാട് ഡോക്ടറും വൈദ്യന്മാരും, അന്നൊക്കെ വൈദ്യന്മാരല്ലേ ഉള്ളൂ, വൈദ്യന്മാർക്കൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഈ വൈദ്യര് വന്നിട്ട് കയ്യണ്ട് പിടിച്ചിട്ട് പറഞ്ഞു, തമ്പ്രാന്റെ തൊടൊന്ന് കാണിച്ചു തരുമോ? തമ്പ്രാന്റെ, അങ്ങനെ ലോല പറയുക, തമ്പ്രാന്റെ തൊടൊന്ന് കാണിച്ചു തരുമോ? അവരെ തൊട ഔറത്തല്ല, തൊട എനിക്ക് കാണിച്ചു തരില്ല, തൊട ഔറത്താണ്. അതുകൊണ്ടാണ് ഉസ്താദുമാര് പറയുന്നത് നല്ല മുട്ടിന് താഴെ ഇറങ്ങി നിൽക്കുന്ന തോർത്തിന്റെ അടുത്ത് കുളിക്കണം. ആരുമില്ലാത്ത അവസരത്തിൽ ഒറ്റയ്ക്ക് ബാത്റൂമിലാണെങ്കിൽ പോലും തല തോർത്തുന്ന അവസരത്തിൽ പിന്നെ നഗ്നനായി നിൽക്കരുത് എന്നാണ്. അവിടെ അനുവദനീയമാണ്. ആരുമില്ലാത്ത സ്ഥലത്ത് ബാത്റൂമിൽ നഗ്നനായി നിൽക്കൽ അനുവദനീയമാണ്. പക്ഷെ അത് ഒഴിവാക്കലാണ് നല്ലത്, ഒഴിവാക്കുകയാണ് വേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് മശായിഖന്മാരിന്റെ വാപ്പൊക്കെ 2 തോർത്തുണ്ട് വെച്ചിരുന്നു. 2 തോർത്തുണ്ട്. ഒരു തോർത്തുണ്ട് പിന്നെ തല തോർത്താനായിട്ടൊരു തോർത്തുണ്ട്. പിന്നെ ആ തോർത്തുണ്ട് അയക്കൂല. തല തോർത്തി കഴിഞ്ഞതിന് ശേഷം പിന്നെ തുണി മാറ്റുക ചെയ്യാം. നഗ്നനായി നിന്നുകൊണ്ട് തോർത്തൂല. നഗ്നനായി നിന്നുകൊണ്ട് തോർത്തരുത്. അത് ബാത്റൂമിൽ ഒറ്റയ്ക്കാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യരുത് എന്നാണ്. ചെയ്യൽ അനുവദനീയമായ കാര്യമാണ്. ആരുമില്ലാത്ത സ്ഥലത്ത് ഔറത്ത് ഒഴിവാക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. അനുവദനീയമാണെങ്കിൽ കൂടെ നല്ലത് അവിടെയും ഔറത്ത് ഒഴിവാക്കാതിരിക്കലാണ്. അപ്പൊ അതുകൊണ്ടിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബിസീനിയക്കാരായ അഭ്യാസികൾ പിന്നെ മദീനത്ത് വന്ന് അവർ പല അഭ്യാസ പ്രകടനങ്ങളും നടത്തിയപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, അത് ചെറുതാണ്, ആ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് അവരുടെ അഭ്യാസങ്ങൾ കാണിച്ചു കൊടുത്തു. പലരും ഈ സംഭവം ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. അബിസീനിയക്കാരായിരിക്കുന്ന ആൾക്കാർ വന്ന് അഭ്യാസങ്ങളൊക്കെ കാണിച്ചപ്പോ അന്നത്തെ അഭ്യാസങ്ങളൊക്കെ ആവശ്യമാണ്. ആ കാലഘട്ടത്തിൽ നമ്മുടെ ശക്തി തെളിയിക്കാനും മറ്റുമൊക്കെ അഭ്യാസങ്ങളൊക്കെ ആവശ്യമുള്ള ഒരു കാലമാണ്. അപ്പൊ അത് കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു തുണി ഇങ്ങനെ മറച്ചിട്ട് അവരുടെ ശരീരം കാണാത്ത രൂപത്തിൽ, ആ കളി ബാഹ്യമായി കാണുന്ന രൂപത്തിൽ കാണുന്ന ഒരവസ്ഥ സൃഷ്ടിച്ചു കൊടുത്തുള്ളൂ. ശരീരത്തിലേക്കൊക്കെ ഒന്നും അങ്ങനെ നോക്കാൻ കഴിയാതെ ഔറത്തൊന്നും കാണാത്ത രൂപത്തിൽ തുണി മറച്ചിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ തല മാത്രം അങ്ങോട്ട് കാണുമ്പോൾ, അപ്പൊ അവർക്ക് ആയിഷ ബീവിനെ ഇങ്ങോട്ട് കാണാനും കഴിയില്ല. ആ നിലയ്ക്ക് ഒരു തുണി മറച്ചിട്ടായിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അത് കണ്ടിരുന്നത് എന്ന് ഹദീസിൽ ചരിത്രത്തിൽ ഹദീസിലൊക്കെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ മറവിന്റെ വിഷയത്തിൽ, ഹിജാബിന്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഏതായിരുന്നാലും ശരി, അത് മറ്റൊരു വശം. ആ ഒഴിവനുസരിച്ച്, സന്ദർഭം അനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്യാം. അപ്പോ അത് പറ്റൂലാറ്, തൊട കാണിച്ചു തരാൻ പറ്റില്ല. അവിടെ അപ്പോ പറഞ്ഞു, ആ തൊടന്റെ അവിടെ ഇന്ന സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ കാണിച്ചു കൊടുത്തില്ല. അപ്പൊ തങ്ങളിപ്പ പറഞ്ഞു, ഇജ്ജിയാണ് വൈദ്യരുകാർ. ആ പരമ്പര എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ വൈദ്യന്മാർ ഒരു നല്ല വൈദ്യന്മാരാണ്, നീയാണ് വൈദ്യരുകാർ. അതോടുകൂടെ തങ്ങളിപ്പോ മരിച്ചത്. പിന്നെ ആ സോക്കിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. അതോടുകൂടെ മരണപ്പെടുകയത്. ആ പിന്നെ കാലിന്റെ തൊടയിൽ ആ വെടിയുണ്ട ഉള്ള നിലക്കാണ് തങ്ങൾ പാപ്പാന്റെ ശരീരം അമ്പർത്തുള്ളത്. ഇന്ന് രാജ്യം ഭരിക്കുന്ന ആളുകൾക്ക് ഇത് അറിയോന്നറിയില്ല.
ഭർത്തങ്ങൾ പാപ്പ കിടക്കുന്നത് വെടിയുണ്ട തുടമ്മലുള്ള രൂപത്തിലാണ് കിടക്കുന്നത്. അത് ആരോടാണ് യുദ്ധം ചെയ്തത്? ആരോടാണ്? ബ്രിട്ടീഷുകാരോടാണ്. ഈ രാജ്യത്തിന്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്തിട്ടാണ് അമ്പലത്ത് തങ്ങൾ പാപ്പാക്ക് സോക്കട് വന്നിട്ട് അങ്ങനെ മരിച്ചത്. അതൊക്കെ നമ്മൾ പഠിച്ചിട്ട് നമ്മളെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ ആ ചരിത്രങ്ങളൊക്കെ ഇനി ഇവിടെ നിലനിൽക്കല്ലാതെ ഇനിയിപ്പോ ഇവിടെ ഒന്നും ഈ നമ്മുടെ മുസ്ലിമീങ്ങളായ ആൾക്കാരുടെ ചരിത്രങ്ങളൊക്കെ അങ്ങനൊക്കെ നിലനിൽക്കല്ലാതെ വേറെ മാർഗമൊന്നുമില്ലാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഏതായിരുന്നാലും അങ്ങനെ മഹാന്മാരായ ആളുകളൊക്കെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്യാൻ വേണ്ടി, ജിഹാദ് ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചവരാണെന്നാണ് ഞാൻ പറഞ്ഞത്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ച ഈ 7 ആളുകളിൽ നിന്ന് 6 ആളുകളും കൊല്ലപ്പെട്ടു. ആ 6 ആളുകൾ നല്ല കുതിരപ്പുറത്ത് ഇങ്ങനെ വന്നിട്ട് ഖലീഫ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് മരിച്ചിട്ട് ഞങ്ങൾ ആ മയ്യത്ത് നിസ്കരിച്ചിട്ട് വരികയാണ്. അപ്പോഴാണ് ഉമർ ഖലീഫ മരിച്ചോ എന്ന് ഇദ്ദേഹം ഹയാത്തുള്ള ജീവിച്ചിരിക്കുന്ന ഇദ്ദേഹം അറിഞ്ഞില്ല. മരിച്ചുപോയ ശുഹദാക്കളത് അറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജനാസയിൽ പങ്കെടുക്കാൻ അവസരം നൽകി, ഞങ്ങൾ നിസ്കരിച്ചിട്ട് വരികയാണ്. ഇജ്ജി ഞങ്ങളെ ഈ കുതിരപ്പുറത്ത് കയറിക്കോ, ഞങ്ങൾ എന്നെ നാട്ടിൽ കൊണ്ടാക്കി തരാറ്. പെട്ടെന്ന് നാട്ടിലെത്തി. ഇങ്ങനെ മഹാന്മാരായ ആളുകൾക്ക് പലതും കഴിയും. അത് അവരെ പറ്റി അറിയുന്ന ആളുകൾക്ക് അറിയുള്ളൂ. അത് വൈദ്യശാസ്ത്രവും പറയുന്നുണ്ട്, ആയുർവേദിക്ക് പറയുന്നുണ്ട്. ആയുർവേദിക്കിൽ ഞാനൊരു ഡോക്ടറുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ആ വിശ്വാസം എന്ന് വെച്ചാൽ മഹത്തുക്കളായ ആളുകൾക്ക്, മറ്റുള്ള ആളുകൾക്ക് കഴിയാത്ത പലതും സംഭവിക്കും എന്നുള്ളത് ശരിയാണ്. കാരണം ശരീരത്തിന്റെ ഘടന അങ്ങനെയാണ്. ശരീരത്തിന്റെ ഘടന അങ്ങനെയാണ്. ശരീരത്തെ ആ രൂപത്തിലാക്കി തീർക്കാൻ കഴിയും. ശരീരത്തെ പരിശീലിപ്പിച്ചാൽ പറക്കാൻ കഴിയും. അദ്ദേഹം പറയാം, അങ്ങനെ ശരീരത്തിനെ പരിശീലിപ്പിച്ചാൽ, അപ്പൊ ആത്മീയമായിട്ട് ആത്മാവിനക്ക് അവർ ശുദ്ധി നൽകുമ്പോൾ, ശരീരത്തിന്റെ മെയിൻ ആത്മാവാണ്, ആ ആത്മാവിനക്ക് ശുദ്ധി നൽകി അള്ളാഹുലേക്ക് അവർ കൂടുതൽ എടുക്കുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് ചെയ്യാൻ കഴിയാത്ത പലതും ഇവർക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളത് ശരീരത്തിന്റെ ഘടന അറിയുന്ന ആൾക്കാർക്ക് അറിയാം എന്ന് ഈ ഡോക്ടറിനോട് പറഞ്ഞു. അത് ഞങ്ങൾ പിന്നെ വൈദ്യത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, മഹർഷിമാരെ പറ്റി മറ്റൊക്കെ പറ്റി അവർ പഠിപ്പിക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഔലിയാക്കന്മാരായ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിവുകൾ നൽകുന്നു. അത് അവരെ ബഹുമാനിച്ചുകൊണ്ടാണ്, കറാമത്താണ്, അവരെ ബഹുമാനിച്ചുകൊണ്ടാണ്. ഒരാളെ വക്കിൽ നിന്ന് അത്ഭുതം ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ വലിയാണെന്ന് പറഞ്ഞുകൂടാ. അത്ഭുതം കൊണ്ട് ഒരാൾ വലിയാണെന്ന് ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല. അത്ഭുതം കൊണ്ട് ഒരാൾ വലിയായി കാണാൻ പറ്റും. വലിയായി കാണണമെങ്കിൽ അയാളുടെ ഇൽമ്, അമല്, ഇതുകൊണ്ട് അയാൾ വലിയായി കാണാൻ പറ്റുള്ളൂ. അൽ വലിയു അൽ ആരിഫു ബില്ലാഹ്, അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ലവണ്ണം അറിയണം. ബി സിഫാത്തിഹി, അള്ളാഹിന്റെ സിഫാത്തിനെ പറ്റി അറിയണം. എന്താണ് ഈ സിഫത്ത്, അള്ളാഹിന്റെ വിശേഷണങ്ങൾ, അതൊക്കെ ആഴമേറിയ ചർച്ചകളാണ്. അതൊക്കെ നല്ലപോലെ അറിയണം. ഹസ്ബമായുംകിനു അൽ മുവാദിബു അല തആത്ത്, വലിയനെ പറ്റിയിട്ട് ഉമർ നസ്ഫി റളിയല്ലാഹു അൻഹു, സഅദുദ്ദീൻ തഫ്തദാനി റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞത് അൽ മുവാദിബു അല തആത്ത്, എപ്പോഴും അള്ളാഹ്ക്ക് താഴത്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആള്. മുവാദിബ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അതന്നെ, എപ്പോഴും താഴത്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആൾ. എപ്പോഴും താഴത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ ഉണ്ടെങ്കിൽ അത് നമ്മളെ സുലൈമാൻ ഉസ്താദ്, അതേപോലെ തന്നെ എപ്പോഴും ദർസ് നടത്തുന്ന ആൾക്കാർ, ഓല് എപ്പോഴും താഴത്തിലാണ്. എപ്പോഴും ഓൽക്ക് നല്ല കാര്യം ചെയ്യാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ദർസ് നടത്തുന്ന ആൾക്കാരാകുമ്പോൾ എപ്പോഴും താഴത്താണ്. ഏറ്റവും വലിയ സുന്നത്ത് നിസ്കാരത്തിനേക്കാളും ശ്രേഷ്ഠതയുള്ള മറ്റ് തസ്ബീഹുകളെക്കാളും ദിക്റുകളെക്കാളും ഒക്കെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് ദർസ് നടത്തൽ. അത് ഇമാം നവവി തങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അഫ്ളലു താഅത്താണ്, ഇഷ്തിഗാലും ബിൽ ഇൽമ് അഫ്ളലു താഅത്താണ്. ഇൽമുമായി ബന്ധപ്പെടൽ ഏറ്റവും വലിയ താഴത്താണ്. അതിനേക്കാൾ വലിയ താഴത്തില്ല. സുന്നത്ത് നിസ്കാരത്തിനേക്കാൾ വരെ താഴത്താണ്. മഹാനായ സദഖത്തുൽ മുസ്ലിം സുന്നത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നില്ല. ആ സമയത്തോട് ദർസെടുത്തിരുന്നു. സുന്നത്ത് നിസ്കരിക്കൂല, ആ സമയത്തോട് ദർസെടുത്തു. കാരണം സുന്നത്ത് നിസ്കാരത്തിനേക്കാൾ ശ്രേഷ്ഠമുള്ളതാണ് ദർസെടുത്തൽ, ഇൽമു പറഞ്ഞു കൊടുക്കൽ. അപ്പൊ അതുമായി ബന്ധപ്പെടാൻ ഭാഗ്യം ലഭിച്ച സുലൈമാൻ ഉസ്താദിനെ പോലത്തെ ആൾക്കാരാണ് വലിയ. അവരെ പറ്റിയൊക്കെ നമ്മൾ വലിയ എന്ന് പറയണം. അൽ മുവാദിബു അല തആത്ത്, സാങ്കേതികരമായ വലിയ അതാണ്. എന്തെങ്കിലും കാട്ടി നമ്മൾ വിഷയം പറഞ്ഞപ്പോ എന്തോന്ന് പറഞ്ഞെന്ന് നമ്മളെ സോക്കട്ട് സുഖമായി, അതുകൊണ്ട് ആള് വലിയാവൂല. കണ്ടിയിൽ എത്ര പെട്ടെന്ന് അത് സുഖമായി, അല്ലെങ്കിൽ മൂപ്പരൊന്ന് ചെല്ലാൻ പറഞ്ഞ് അത് ചെല്ലിപ്പോത്തിന് സുഖമായി, അതുകൊണ്ടൊന്നും വലിയാവൂല. അയാൾ എന്തോ ഒരാള് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അയാള് ചീത്തറിയാനൊന്നും നമ്മൾ പോകണ്ട. എന്തോ ഒരാള് വലിയ ആകണമെങ്കിൽ ഇങ്ങനെ അൽ മുവാദിബു അല തആത്ത്, എപ്പോഴും താഴത്തിലായിട്ട്. അൽ മുജ്തനിബു,
അനിൽ ഇൻഹുമാക്കി ഫിൽ ലദ്ദാത്തി വശഹവാത്ത്, രസങ്ങളിൽ നിന്നും വികാരങ്ങളിൽ നിന്നിട്ടും ദുന്യവിയായ താല്പര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുന്ന ആൾ. അൽ മുജ്തനിബു, എന്നിട്ടൊക്കെ വിട്ടുനിൽക്കുക, അതിനോടൊന്നും താല്പര്യമില്ല, അത്തരം വിഷയങ്ങളോടൊന്നും താല്പര്യമില്ല. അങ്ങനത്തെ ആളെ വലിയാവുള്ളൂ. അല്ലാത്ത ആൾ എന്തോ പഠിച്ചിട്ടുണ്ടാവും, എന്തോ കാര്യത്തിൽ സിദ്ധി എന്തെങ്കിലും ഉണ്ടാവും എന്നേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്ന് മഹാന്മാരായ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത്, അവർക്ക് കറാമത്തായി അവരെ ആദരിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നതാണ്. മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു തആല പറഞ്ഞു, കറാമത്തുള്ള വലിയും കറാമത്തില്ലാത്ത വലിയുണ്ട്. അപ്പൊ ആർക്കാ സ്ഥാനം? കറാമത്ത് എപ്പോഴും കാണിക്കുന്ന ഒരു വലിയുണ്ട്, കറാമത്ത് തീരല്ല അയാൾക്ക്. കറാമത്തില്ലാത്ത വലിയനൊക്കെയാണ് സ്ഥാനം. കറാമത്ത് കാണിക്കാത്ത വലിയ, കാരണം അയാൾ കറാമത്ത് കാണിച്ചില്ലെങ്കിലും ജനങ്ങൾക്ക് അയാൾ അംഗീകാരമുണ്ട്. മറ്റാൾ കറാമത്ത് കാണിച്ചു കൊടുത്തിട്ടേ ജനങ്ങൾക്ക് അംഗീകാരമുള്ളൂ. അപ്പൊ കറാമത്തുള്ള വലിയും കറാമത്ത് ഇല്ലാത്ത വലിയും കൂടി നോക്കുമ്പോൾ കറാമത്ത് ഇല്ലാത്ത വലിയനിക്കാണ് വലിയ സ്ഥാനമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, മഹാനായ ഗൗസുൽ ആദം ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ തൊട്ട് എത്ര കറാമത്ത് വന്നിട്ടുണ്ട്. എന്നാൽ അങ്ങനെയുള്ള അത്ഭുതങ്ങളൊന്നും സിദ്ദീഖുൽ അക്ബർ തങ്ങളെ തൊട്ട് വന്നിട്ടില്ല. സിദ്ദീഖുൽ അക്ബർ തങ്ങളെ തൊട്ടോ മൗലവി ഖത്താബ് തങ്ങളെ തൊട്ടിട്ടൊന്നും അങ്ങനത്തെ വന്നിട്ടില്ല. പക്ഷെ സ്ഥാനാർക്കാ? അവർക്കാണല്ലോ വലിയ സ്ഥാനങ്ങളുള്ളത്. ഞാനിതൊക്കെ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, പ്രവാചകനാണെന്നും വലിയാണെന്നും മനസ്സിലാക്കാനാണ് ഈ അത്ഭുതങ്ങൾ വരുന്നത്. അവർ ഓൾറെഡി അങ്ങനെ തന്നെയാണ്. അത് നമുക്ക് മനസ്സിലാവാനാണ് ഈ അത്ഭുതങ്ങളൊക്കെ വരുന്നത്, നമുക്ക് മനസ്സിലാകാനാണ്. എന്നല്ലാതെ അത്ഭുതങ്ങൾ കൊണ്ട് ഒരാളെ നമുക്ക് വലിയാക്കാൻ കഴിയില്ല. വലിയിന്റെ വക്കിൽ നിന്നുള്ള അത്ഭുതങ്ങളെ കറാമത്താവുള്ളൂ. മറ്റ് അത്ഭുതങ്ങൾ പലവരെ വക്കുന്നുണ്ടാവും. അത് പല ആൾക്കാരെ വക്കുന്നു അത്ഭുതങ്ങൾ ഉണ്ടാവാന്ന് കിതാബിൽ ശറഹുൽ ഖായിദിലൊക്കെ പറഞ്ഞ് പലവരെ വക്കുന്നു അത്ഭുതം ഉണ്ടാവും. ആ അത്ഭുതങ്ങൾ കൊണ്ട് അയാൾ വലിയാക്കാൻ കഴിയില്ല. വലിയാണെന്ന് സ്ഥിരപ്പെട്ട തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വലിയാണെന്ന് സ്ഥിരപ്പെട്ട ആളിൽ നിന്ന് വരുന്ന അത്ഭുതങ്ങൾ, ആ അത്ഭുതങ്ങളെ കറാമത്തായി പറയാൻ പറ്റുകയുള്ളൂ. അപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത 10,000-കണക്കിന് മുഅ്ജിസത്തുകളുണ്ട്. മുഅ്ജിസാത്തുർ റസൂൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രന്ഥം തന്നെയുണ്ട്. മുഅ്ജിസാത്തുർ റസൂൽ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തുകൾ മാത്രം വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ്. അങ്ങനെ ഒരു ഗ്രന്ഥം തന്നെയുണ്ട്. ഈ ഗ്രന്ഥങ്ങളെ പറ്റി പറയുമ്പോൾ ഗ്രന്ഥങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഴയ കാലത്ത് കിട്ടാത്ത ഗ്രന്ഥങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് തരികയാണ്. അതുകൊണ്ടാണ് മുമ്പൊക്കെ ഉസ്താദുമാർക്ക് അതുപോലെ തന്നെ മുത്താലിമീങ്ങൾക്കൊക്കെ ഗ്രന്ഥങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. കാരണം അവർക്കത് വാങ്ങിക്കാനുള്ള കഴിവുണ്ടാവില്ല. അപ്പൊ കഴിവില്ലാത്ത അവസരത്തിൽ അവർക്ക് നമ്മൾ ഗ്രന്ഥങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതായാലും നോക്കിയാൽ മനസ്സിലാവില്ല. അവർക്ക് അവര് ആ ഇൽമക്ക ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുള്ള കൂലിയെങ്കിലും നമുക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഗ്രന്ഥങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അത് വഖഫ് ചെയ്യും. ഒരുപാട് ഗ്രന്ഥങ്ങൾ പലയിടത്തും വഖഫുണ്ട്. വാഴക്കാട് ദാറുൽ ഉലൂമിലാണ് ഏറ്റവും കൂടുതൽ ഗ്രന്ഥങ്ങളുള്ള ഒരു ലൈബ്രറി. അതേപോലെ തന്നെ ചാലിയത്ത്, ഇങ്ങനെ പലയിടത്തും ഗ്രന്ഥങ്ങൾ വരാനുള്ള കാരണം അത് വഖഫ് ചെയ്തത് കൊണ്ടിട്ടാണ്. പറഞ്ഞു വരുന്നത് അതും ഒരു സഹായത്തിൽപ്പെട്ടതാണ്. ഗ്രന്ഥങ്ങൾ വലിയ വിലപിടിപ്പുള്ള ഗ്രന്ഥങ്ങളൊന്നും വാങ്ങിക്കാൻ കഴിയില്ല. കുറഞ്ഞ ശമ്പളം വാങ്ങിക്കുന്ന ആളുകൾക്ക് എങ്ങനെ അത് വാങ്ങിക്കാൻ കഴിയുക? അപ്പൊ അതിന് അവരെ സഹായിക്കും. അങ്ങനെ സഹായിക്കുന്നത് വലിയൊരു നേട്ടമാണ്. അങ്ങനെ സഹായിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഓരോരോ എൽമുകൾ ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ അത് ഒരു ജീവിതത്തിൽ പകർത്തും. പിന്നെ അത് ജീവിതത്തിൽ പകർത്തുന്നത് മാത്രമല്ല, അത് മറ്റുള്ള ആളുകളിലേക്ക് അവർ എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. ഇപ്പൊ ഈയിടെയാണ് ഞാനൊരു കിതാബ് നോക്കിയപ്പോൾ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തിൽ നമ്മളെ വല്ലാതെ സ്വാധീനിച്ച ഒരു സംഭവം ഞാൻ കണ്ടത്. ഇപ്പൊ അടുത്താ കണ്ടത്. ഇത്രയും കാലമായിട്ട് അത് കാണാൻ കഴിഞ്ഞിരുന്നില്ല. എന്താണ് ആ സംഭവം എന്ന് വെച്ചാൽ, നവീമാമ് ഒരൊറ്റ വട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ. അതും ഇശാന്റെ ശേഷം ഭക്ഷണം കഴിക്കുള്ളൂ. ഒരൊറ്റ വട്ടേ നവീമാമ് വെള്ളം കുടിക്കുള്ളൂ. നവീമാമിന്റെ ദുന്യവിയായിട്ട് യാതൊരു ബന്ധമില്ല. നവീമാമിനക്ക് തുണിയും കുപ്പായം കൊടുന്നു കൊടുക്കൽ ഉമ്മയാണ്. ഒരു ജോലിയില്ല, ഒന്നുമില്ല, തുണിയും കുപ്പായം ഉമ്മയാണ് കൊടുന്നു കൊടുക്കുക. ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ വാപ്പയാണ് ശ്രദ്ധിക്കുക. മരിക്കുന്നത് വരെ അങ്ങനെ തന്നെ. കാരണം ഇൽമേറ്റാണ് ബന്ധപ്പെട്ടു. വേറെ ചിന്തകളൊക്കെ പോയി, എല്ലാ ചിന്തകളും പോയി. അള്ളാഹിന്റെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ അത്യുന്നത സ്ഥാനത്തുള്ള ആളാണ് നവീമാമ. 45 കൊല്ലേ ജീവിച്ചിട്ടുള്ളൂ. 56 ഹദീസുകൾക്ക് 50 ചില്ലാനം ഹദീസുകൾക്ക് ബുഖാരിയിൽ ശറഹ് എഴുതിയിട്ടുള്ളൂ. ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ പറഞ്ഞു, ആ ശറഹിന്റെ ഒക്കെ ഒരു പവർ എന്താണ്? നവീമാമ എഴുതിയ നവീമാമങ്ങാനും ആ ശറഹ് പൂർത്തിയാക്കിയിരുന്നെങ്കിൽ എന്ന് എല്ലാ ആലിമ്യങ്ങളും ആഗ്രഹിക്കുകയാണ്. അത്രക്കും വലിയ വ്യാഖ്യാനമാണ് സഹീൽ ബുഖാരിക്ക് നവീമാമ എഴുതിയത്. അങ്ങനത്തെ മഹാനവറുകളെ പറ്റി ഇത് കേട്ടപ്പോ, ഇത് വായിച്ചപ്പോ വല്ലാതെ സ്വാധീനിച്ചു. അത് എന്താണ് കുറച്ചോനെ നവീമാവിന്റെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും? മെലിഞ്ഞ ആളായിരുന്നാണ്, മെലിഞ്ഞ പ്രകൃതിക്കാരനായിരുന്നു. ദിവസത്തിൽ ഒരു വട്ടം ഭക്ഷണം കഴിച്ചാൽ പിന്നെ അങ്ങനെ തന്നെ ഉണ്ടാവുക.
ഒരു താല്പര്യവും ഭക്ഷണത്തിനോടോ മറ്റോ ഇല്ല. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നു എന്നല്ലാതെ ഭക്ഷണത്തിനോട് താല്പര്യം ഉണ്ടായിട്ട് ഭക്ഷണം കഴിക്കായിരുന്നില്ല. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രം ഭക്ഷണം കഴിച്ചിരുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനത്തെ ആളുകളൊക്കെ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടായല്ലോ. അള്ളാഹു അവരുടെ ബർക്കത്ത് കൊണ്ടൊക്കെ നമുക്ക് അള്ളാഹ് പൊരുത്തപ്പെടുന്ന ഇൽമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ പറഞ്ഞു വരുന്നത്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസാത്തുകളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട മുഅ്ജിസത്താണ് ഇസ്രാ മിഅ്റാജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയതാണ് ഇസ്രാ. ആ ബൈത്തുൽ മുഖദ്ദസിൽ നിന്നിട്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിലേക്ക് കൊണ്ടുപോയി അങ്ങനെ അള്ളാഹുമായിട്ട് സംഭാഷണം നടത്തി. ഞാൻ ഇസ്രാ മിഅ്റാജിന്റെ വിഷയങ്ങൾ പറയുമ്പോൾ എപ്പോഴും പറയാറുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു ആകാശത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത് ഹദീസുകൾ വന്നതാണ്. ആകാശത്തിലേക്ക് കൊണ്ടുപോയി, ആകാശം എന്ന് പറഞ്ഞാൽ മുകളിലാണ്, അങ്ങോട്ട് കൊണ്ടുപോയി എന്നുള്ളത് ഹദീസിൽ വന്നതാണ്. എന്നിട്ട് അവിടെ പ്രത്യേകമായ സ്ഥലത്ത് വെച്ച് അള്ളാഹുമായിട്ട് സംഭാഷണം നടത്തി എന്നതും ഹദീസിൽ വന്നതാണ്. അതോടുകൂടെ തന്നെ വിശുദ്ധ ഖുർആന്റെ ആയത്തുകളിൽ നിന്നിട്ടും അത് വരും. വലഖദ് റആഹു നസലത്തൻ ഉഖറ ഇൻദ സിദ്റത്തിൽ മുൻതഹ എന്നുള്ള ആ ആയത്തിന്റെ അടിസ്ഥാനത്തിലും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്റത്തുൽ മുൻതഹയിൽ പോയി എന്ന് വിശുദ്ധ ഖുർആനിൽ സിദ്റത്തുൽ മുൻതഹ തന്നെ പേരെടുത്ത് പറഞ്ഞതാണ്. വലഖദ് റആഹു നസലത്തൻ ഉഖറ ഇൻദ സിദ്റത്തിൽ മുൻതഹ എന്ന് സിദ്റത്തുൽ മുൻതഹ എന്ന് പേരെടുത്ത് തന്നെ പറഞ്ഞതാണ്. അത് ഇവിടെ ഒന്നുമല്ല, അത് ഉയർന്ന ഭാഗത്താണ്. അപ്പോഴൊക്കെ പറയാറുണ്ട്, അള്ളാഹ് അവിടെ ആയതുകൊണ്ടല്ല, അള്ളാഹു അവിടെ ആയതുകൊണ്ടല്ല അങ്ങോട്ട് പോയത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായുള്ള സംഭാഷണത്തിലേക്ക് അള്ളാഹു തെരഞ്ഞെടുത്ത സ്ഥലം അതായതുകൊണ്ടാണ്. എന്നല്ലാതെ അള്ളാഹ് അവിടെയാണെന്ന് വിചാരിക്കരുത്. ഒരിക്കലും അള്ളാഹ് ആകാശത്തിലാണെന്നോ അല്ലെങ്കിൽ പിന്നെ അള്ളാഹ് ഏതെങ്കിലും സ്ഥലത്താണെന്നോ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആൾക്കാർ വിശ്വസിച്ചുകൂടാ. പിന്നെ എന്തിനാ അങ്ങോട്ട് കൊണ്ടുപോയെന്ന് വെച്ചാൽ അത് അവിടെ സംസാരിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത സ്ഥലം അതായതുകൊണ്ടാണ്. ഇന്ന് നിങ്ങളോട് പറയാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ച വിഷയം, അങ്ങനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുമായിട്ട് മുനാജാത്ത് ചെയ്ത് തിരിച്ചു വരുമ്പോ ഭൂമിയിലേക്ക് വരുന്ന ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് അള്ളാഹു നൽകിയതാണ് ഈ നിസ്കാരം. അത് നമുക്കറിയാം. വേറെ ഒന്നും കൊടുത്തില്ല, വേറെ ഒന്നും ചെയ്തില്ല. ആ നിസ്കാരം, അതിനെപ്പറ്റി നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വശം, ഇങ്ങനെ മുത്തുനബിനെ ആദരിച്ചിട്ട് കൊടുത്തു. എന്തിനാണ് അത് കൊടുത്തത്? എന്തിനാണത് ചെയ്തത്? അത് ചെയ്തത് നമ്മൾ ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയം, ഇവിടെ നമ്മൾ ജീവിക്കുന്ന അവസരത്തിൽ നമ്മുടെ ലക്ഷ്യം ആഖിറമാകണം. ഇത് ആഖിറത്തിലേക്കുള്ള ഒരു പാലാണ്, ആഖിറത്തിലേക്ക് എത്താനുള്ള ഒരു മാധ്യമമായി മാത്രം കരുതണം. സുഖവും അതേപോലെ തന്നെ സന്തോഷവും ഒക്കെ ഇവിടെയാണെന്ന് വിചാരിച്ചുകൂടാ. അതൊന്നും ഇവിടെ അല്ല. യഥാർത്ഥ സുഖവും സന്തോഷവും ഒക്കെ അള്ളാഹു വെച്ചിരിക്കുന്നത് നമുക്ക് സ്വർഗീയ ലോകത്താണ്. അതുകൊണ്ട് തന്നെ ആ ലോകത്തേക്ക് എത്താൻ, അത് ആധുനിക ശാസ്ത്രവും പറയുന്നുണ്ട്, വേറെ ലോകം ഉണ്ടെന്ന് സമ്മതിക്കുന്നുണ്ട്. ആ ലോകത്തിന്റെ വർണ്ണന ഒന്നും അവർക്ക് പറയാൻ കഴിയില്ല എന്നേ ഉള്ളൂ. വേറൊരു ലോകം ഉണ്ട്, ഉണ്ടാകണം എന്നുള്ളത് അവരും സമ്മതിക്കുന്നുണ്ട്. ആ ഒരു ലോകത്ത് ഉള്ള, ആത്മീയ ലോകത്തുള്ള, സ്വർഗീയ ലോകത്തുള്ള സൗകര്യവും സുഖവും നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു നിസ്കാരം വെച്ചത്. നിങ്ങൾ നോക്ക്, 17 റക്അത്താണ് ഒരു ദിവസം നമ്മൾ നിസ്കരിക്കേണ്ടത്. ഈ 17 റക്അത്ത് നമുക്ക് സുബൈക്കനോട് നിസ്കരിച്ചാൽ 17 റക്അത്ത് നിസ്കരിക്കാൻ പറ്റും. എന്നാ പിന്നെ അതാണ് കഴിഞ്ഞല്ലോ. സുബൈക്കനെ നിസ്കരിച്ചാൽ എന്നാ പിന്നെ ഇനി അടക്കം ളുഹർ നിസ്കരിക്കാനോ അസ്ർ നിസ്കരിക്കാനൊന്നും പോണ്ടല്ലോ. അള്ളാഹു ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളാക്കിയത് ആ സമയങ്ങളിലൊക്കെ തന്നെ പിശാചിന്റെ സ്വാധീനങ്ങൾ കൂടുന്ന സമയങ്ങളാണ്. അവനെ എതിർത്തുകൊണ്ട്, അവനെ തോൽപ്പിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാനാണ്, അള്ളാഹുലേക്ക് അടുക്കാനാണ് ആ നിസ്കാരം വെച്ചത്. അപ്പോൾ റബ്ബിലേക്ക് അടുക്കാനുള്ള, അള്ളാഹുലേക്ക് അടുക്കുവാനുള്ള, ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുലേക്ക് അടുക്കുവാനുള്ള, അള്ളാഹുമായി മുനാജാത്ത് ചെയ്യുവാനുള്ള 5 അവസരങ്ങൾ അള്ളാഹു നമുക്ക് തന്ന് നമ്മളെ ബഹുമാനിക്കുകയാണ്, ആദരിക്കുകയാണ്. നമ്മളെ ബുദ്ധിമുട്ടിക്കാനല്ലത്. 5 അവസരങ്ങൾ അള്ളാഹുവിനോട് മുനാജാത്താണ്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാത്ത്. അങ്ങനെ പറഞ്ഞിട്ടാണ് നിസ്കാരം. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവെ, അവിടെ പറയുന്നത് എന്താ? ഫതറസ് സമാവാത്തി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ നിൽക്കുകയാ. സുബ്ഹാനല്ലാഹ്. മഹാനായ കുട്ടി മുസ്ലിയാർ, ഫദ്ഫലി കുട്ടി മുസ്ലിയാരെ പറ്റി കേൾക്കും, ഞാൻ കേട്ടിട്ടുണ്ട്, മഹാനവറുകളെ കണ്ടിട്ടില്ല. വലിയ മഹാനായിരുന്നു എന്നും, നല്ല തമാശക്കാരനായിരുന്നു, നല്ല മഹാനായിരുന്നു, തമാശക്കാരനായിരുന്നു. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, തമാശ പറയുന്നത് നിങ്ങൾക്കൊക്കെ ഒരു സന്തോഷം കിട്ടാനാണ് എന്ന് പറയാറുണ്ട്. വലിയൊരു വാഖിയാത്തു സ്വാലിഹാത്തിൽ മുദരിസായപ്പോ കുട്ടിയോട് പറഞ്ഞതാണ്,
ഞാൻ തമാശ പറയുന്നത് നിങ്ങൾക്കൊക്കെ ഒരു സന്തോഷം കിട്ടാനാണ്. എന്തേത് സന്തോഷം? നിങ്ങൾ നാട്ടിൽ നിന്നൊക്കെ വന്നിട്ട് പെരേക്കൊന്നും പോകാതെ അങ്ങനെ നിൽക്കുമ്പോൾ മാനസികമായ പ്രയാസം ഉണ്ടാവും. അപ്പൊ ആ പ്രയാസമൊക്കെ ഒന്ന് നീ കിട്ടാൻ വേണ്ടി നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ തമാശ പറയാണ് എന്ന് പറഞ്ഞ് നല്ല തമാശക്കാരനായിരുന്നു മഹാനവറുകൾ. അതോടുകൂടെ വലിയ ഉന്നതമായ സ്ഥാനത്തെത്തിയ മഹാനായിരുന്നു. മഹാനവറുകൾ നിസ്കരിക്കാൻ നിന്നാൽ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാൻ സാധിക്കും ആ ഖൽബിൽ നിന്ന് വരുന്നതായ ശബ്ദം. ഒരു ചീനച്ചട്ടിയിൽ ആ ചീനച്ചട്ടി പതക്കുന്ന അവസരത്തിലുള്ള ശബ്ദം പോലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിന് മുർജല് ചീനച്ചട്ടി ശബ്ദിക്കുന്ന ആ ശബ്ദം പോലത്തെ ശബ്ദം നിസ്കരിക്കാൻ നിന്നാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഞങ്ങൾ കേട്ടിരുന്നു. അതൊരു പേടി. കുറച്ചോൻ ആരെ മുന്നിലാണ് ഞാൻ ഈ നിൽക്കുന്നത്, എവിടെയാണ് ഈ നിൽക്കുന്നത്, ആരുമായിട്ടാണ് മുനാജാത്ത്, അങ്ങനെയുള്ള ആ പേടിയിൽ നിന്ന് വരുന്ന ശബ്ദം അടുത്ത് നിൽക്കുന്ന ആൾക്കാർ കേട്ടിരുന്നു. കുട്ടി മുസ്ലിം നിസ്കരിക്കുമ്പോൾ കേട്ടിരുന്നു എന്നാണ്. ഒരു പേടി. അള്ളാഹുവിന്റെ മുന്നിൽ ഫതറസ്സമാവാത്തി വല്ലർദ്, അതിന്റെ അർത്ഥം കൊണ്ട് മനസ്സിലാക്കുമ്പോൾ തന്നെ നിസ്കരിക്കുന്ന ആൾക്ക് പേടി വരുന്ന, പടച്ചോൻ ആരെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്, എന്തെല്ലാം പാപങ്ങളും ദോഷം ചെയ്ത് റബ്ബിനെ സ്വീകരിക്കോ, എന്നെ തട്ടിക്കളയോ, പോടാ അവിടെ നിന്ന് പറഞ്ഞിട്ട് ആട്ടിക്കളയോ, ഇജ്ജാണ് ഇപ്പൊ എന്റെ മുന്നിലേക്ക് വന്നിക്കണത്, അത് ചെയ്ത ആള് ഇത് ചെയ്ത ആള് ഇജ്ജാണ് ഇപ്പൊ എന്റെ മുന്നിലേക്ക് വന്നിക്കണത് എന്ന് പറഞ്ഞ് റബ്ബിനെ ആട്ടിക്കളയോ, ആരെ മുന്നിലാ ഇപ്പൊ ഞാൻ നിൽക്കുന്നത്, ഞാൻ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിൽ അള്ളാഹ് എന്നെ കാണുന്നുണ്ടല്ലോ, അള്ളാഹ് എന്നെ കാണുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു ചിന്ത ഇങ്ങോട്ട് വരുമ്പോ എല്ലാം മറക്കുന്നു, പേടി വരുന്നു. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. നിസ്കരിക്കാൻ നിൽക്കുന്ന അവസരത്തിൽ നമുക്ക് ഹൃദയ സാന്നിധ്യത കിട്ടണം. ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞു, ഞാൻ കക്കിടിപ്പുറത്തിന്റെ അടുത്ത് ചെന്നു. കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദഹു മഹാനവറുകൾ വലിയ സൂഫി വര്യനായ മനുഷ്യനായിരുന്നു മഹാനവറുകൾ. അപ്പൊ ഞാൻ ചെന്നിട്ട് ദലായിലുൽ ഖൈറാത്ത് എന്ന് പറയുന്ന സ്വലാത്തിന്റെ ഇജാസത്ത്, കാരണം ഒരു മനുഷ്യനിക്ക് അള്ളാഹുലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ മാർഗം സ്വലാത്ത് അല്ലല്ല, അത് അള്ളാഹ് പറഞ്ഞതാണ്. അങ്ങനെ സ്വലാത്ത് നമ്മളിങ്ങനെ ചെല്ലുന്നതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ കൽബിനിക്ക് ഇങ്ങനെ വൃത്തി കിട്ടും, കൽബിനിക്ക് ഇബാദത്തിനോട് രസം കിട്ടും. അപ്പൊ ആ സ്വലാത്ത് വർദ്ധിപ്പിക്കലാണ് അതിനുള്ള മാർഗം. അപ്പൊ ഞാൻ ചെന്നിട്ട് കക്കിടിപ്പുറത്തിനോട് പറഞ്ഞു, ഞാനിങ്ങനെ ദർസൊക്കെയാണ് നമ്മളെ പണി, അപ്പൊ അതുകൊണ്ട് നിസ്കരിക്കുന്ന അവസരത്തിൽ ഒരു ഹൃദയ സാന്നിധ്യതയും ഒരു സമാധാനമൊക്കെ കിട്ടാൻ എന്തെങ്കിലും പറഞ്ഞു തരണമെന്ന് സുലൈമാൻ ഉസ്താദ് പറയാം. ഉസ്താദ് ചെന്നിട്ട് പറയാണ് ആരോട്? കക്കിടിപ്പുറത്തിനോട് പറയാം, നിസ്കരിക്കുന്ന അവസരത്തിൽ ഒരു ഹൃദയ സാന്നിധ്യതയും വേറെ ചിന്തൊക്കെ പോയിട്ട് അള്ളാഹുവിൽ മാത്രമുള്ള ഒരു ചിന്ത, അതോടുകൂടെ തന്നെ ഒരു സന്തോഷമൊക്കെ കൽബിനിക്ക് കിട്ടാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരണം എന്നാണ്. അപ്പൊ കക്കിടിപ്പുറം എന്നോട് പറഞ്ഞു, അതിന് നമ്മൾ മുത്തുനബിനെ പിടിക്കാം, അതാണ് അതിന് മാർഗം എന്നാണ്. മുത്തുനബിനെ പിടിക്കാൻ നമ്മൾ, അതാണ് അതിന്റെ മാർഗം. നിങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലിക്കോളി എന്ന് പറഞ്ഞിട്ട് എന്നോട് ദലായിലുൽ ഖൈറാത്തിന്റെ ഇജാസത്ത് എനിക്ക് തന്നു. അങ്ങനെ തന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ദർസെടുത്തുന്ന ആളായതുകൊണ്ട് എനിക്കിപ്പോ ഇതൊക്കെ ചെല്ലാൻ നേരം കിട്ടുമോ? അത് നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ചെല്ലിയാൽ മതിയാ, എപ്പോഴെങ്കിലൊക്കെ ചെല്ലിയാൽ മതി. മഹാനായ കക്കിടിപ്പുറം റഹ്മത്തുള്ള ഈ സ്വലാത്ത് ചെല്ലല് രാവിലെ 9 മണിക്ക് മുമ്പാണ്. 9 മണിക്ക് മുമ്പ് ഈ സ്വലാത്ത് ചെല്ലും, ദലായിലുൽ ഖൈറാത്ത് സ്വലാത്ത് ചെല്ലും. അങ്ങനെ ചെല്ലിയ ആളുകൾ, അനുഭവത്തിൽ നിന്ന് ആളുകൾക്കൊക്കെ അറിയാം, അത് ആ കറക്റ്റിന് ചെല്ലുകയാണെങ്കിൽ പിന്നെ ആ ദിവസത്തെ ഓരോ കാര്യങ്ങളും ഓട്ടോമാറ്റിക് ആയിട്ടാണ് നടക്കും. എങ്ങനെ നടക്കണമെന്ന് അറിയില്ല. എന്തൊക്കെ വിഷയം ഉണ്ടോ, കല്യാണമാണെങ്കിൽ അത്, സൽക്കാരാണെങ്കിൽ അത്, ഓഫീസിൽ പോകലാണെങ്കിൽ അത്, എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ അതങ്ങനെ നടക്കുന്നുണ്ടോ, എല്ലാം കറക്റ്റിന് നടക്കും, എല്ലാം സംഘടിക്കും, ഒന്നും മുടങ്ങൂല, ഒരു വിഷയവും മുടങ്ങൂല, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നടക്കും. അങ്ങനെ ഒരു പവറ്, പല പവറുകളും ദലായിലുൽ ഖൈറാത്തിനുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു പവർ കൂടിയാണ് അതെന്ന് എല്ലാ അനുഭവസ്ഥരും പറയും. അപ്പൊ ഞാൻ മഹാനായ കക്കിടിപ്പുറം ഉസ്താദിന്റെ ഹാദിമിനോട് ചോദിച്ചു, എപ്പോഴാണ് അവരിത് ചെല്ലല്, അവർ ചെല്ലലെന്ന് ചോദിക്കുമ്പോൾ രാവിലെ 9 മണിക്ക് മുമ്പായിട്ട് തന്നെ അത് ചൊല്ലി തീർക്കും. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കും. അപ്പൊ ഞാൻ പറയുന്നത് സുലൈമാൻ ഉസ്താദ് അടക്കം ആരോട് ചോദിക്കുകയാണ്, എനിക്ക് ഹൃദയത്തിന് ഏത് കിട്ടണം, ഒരു സമാധാനം കിട്ടണം നിസ്കരിക്കുന്ന അവസരത്തിൽ. ചിന്തകൾ അങ്ങനെ പലയിടത്തേക്കും പോകാൻ പാടില്ല. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ കാര്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, മഹാനായ ഗസാലി ഇമാം നമ്മുടെ ഹൃദയത്തിന് ഒരു സമാധാനം കിട്ടാനും ഹൃദയം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ വേറെ എവിടേക്കും ചിന്ത പോകാതെ ഹൃദയ സാന്നിധ്യം കിട്ടാൻ ചില മാർഗങ്ങൾ ഗസാലി ഇമാം പറയുന്നുണ്ട്. എന്താണ് അതിനെ കാട്ടേണ്ടത്? അതിൽ മഹാനവറുകൾ പറയുന്നു, ഒന്ന്, നീ ഖിബിലക്ക് മുന്നിട്ട് നിസ്കരിക്കാൻ നിൽക്കണം. ഒരിക്കലും കാല് കൂട്ടി വെക്കരുത്, കാല് അകറ്റി വെക്കണം. ഒരു ചാണ അകലത്തിലായിട്ട് നീ കാല് വെക്കണം.
അതോടുകൂടെ അങ്ങനെ നിന്നിട്ട് നിസ്കരിക്കാൻ വേണ്ടി നിന്നിട്ട് ആ നിൽക്കുമ്പോ ഖുൽ അഊദു ബിറബ്ബിന്നാസ് അങ്ങനെ പറഞ്ഞു ഖുൽ അഊദു ബിറബ്ബിന്നാസ് ഓതിക്കോ. നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ആദ്യം മട്ടത്തിന് നിൽക്കണം. നിന്നിട്ട് കാലിന്റെ ഇടയിൽ ഒരു ചാൺ അകലത്തിൽ ഇങ്ങനെ നിന്നിട്ട് ഖുസാലിമാവ് പറയുന്നുണ്ട് തല കുറച്ച് മുന്നോട്ടാഞ്ഞിട്ട് നിന്നോ. ഇങ്ങനെ സ്റ്റേൺ ആയിട്ട് നിൽക്കരുത്, തല കുറച്ച് മുന്നോട്ടാഞ്ഞുകൊണ്ടിട്ട് നിന്നോ. അങ്ങനെ നിന്നിട്ട് ഖുൽ അഊദു ബിറബ്ബിന്നാസ്. അങ്ങനെ ആകുമ്പോ തഹസ്സുനം ബിഹാ മിനശ് ശൈത്വാനിർ റജീം, അത് നല്ലൊരു സുരക്ഷയാണ്. ഇബ്ലീസിൽ നിന്ന്, ശൈത്താനിൽ നിന്ന്, എന്നെ ശല്യപ്പെടുത്തുന്ന ശൈത്താനിൽ നിന്നിട്ട് നിനക്ക് അത് വലിയ ഒരു സുരക്ഷയാണ്. അത് നീ ആ ഖുൽ അഊദു ബിറബ്ബിന്നാസ് ഓതിക്കോ. വേറെ ചില മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ, റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വ അഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ എന്നും ഈ ഖുൽ അഊദു ബിറബ്ബിന്നാസിന്റെ ശേഷം പിന്നെ ആ ആയത്ത് കൂടി ഓതിയാൽ പിന്നെ പിശാചിന്റെ ശല്യം ഉണ്ടാവില്ല. റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ, ശൈത്താനിന്റെ ദുർബോധനങ്ങളിൽ നിന്നിട്ട് അവന്റെ കുത്തലുകളിൽ നിന്നിട്ടൊക്കെ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വ അഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ, എന്റെ നിസ്കാരത്തിൽ അവൻ വന്ന് ശല്യപ്പെടുത്തുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന ആയത്തും ഖുൽ അഊദു ബിറബ്ബിന്നാസും കൂടി ഓതിയിട്ട് എന്നിട്ട് വഹദുർ ഖൽബിക മാ അൻത ഫീഹ്, നിന്റെ കൽബില് പഠിച്ചോൻ ഞാൻ നിസ്കരിക്കാൻ നിൽക്കുകയാണല്ലോ എന്നൊരു ചിന്ത കൊണ്ടുവന്നോ, ഞാൻ നിസ്കരിക്കാൻ നിൽക്കുകയാണോ ചിന്ത വന്നോ. എന്നിട്ട് നീ മനസ്സിലാക്കിക്കോ, ഒന്നുറു ബൈന യദൈ മൻ തഖൂമു, ആരെ മുന്നിലാണ് നീ നിൽക്കുന്നത്, ഒമൻ തുനാജി, ആരോടാണ് നീ സംസാരിക്കാൻ പോകുന്നത്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് ആരോടാണ് നീ സംസാരിക്കാൻ പോകുന്നത് എന്ന് നീ ചിന്തിച്ചോ. വസ്തഹി, നീ ലജ്ജിച്ചോ. മഹാനായ ഗസാലിമാവ് പറയാണ്, അങ്ങനെ നിന്നിട്ട് പഠിച്ചോൻ ആരെ മുന്നിലെ ഞാൻ നിൽക്കുന്നത് എന്ന ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവന്നു. അതിനൊക്കെ സമയം കിട്ടണം, അങ്ങനെ നിസ്കരിക്കണം. നേരണ്ട് പാഞ്ഞു വന്നു കണ്ടാണ് നിസ്കരിക്കണല്ല. അതിന് സമയം കിട്ടിയിട്ട് അതിന് അവസരം നോക്കിയിട്ട് ഈ ചിന്ത, പഠിച്ചോൻ ആരെ മുന്നിലെ ഞാൻ നിൽക്കുന്നത്. എന്നിട്ട് ഗസാലിമാവ് പറയും, വസ്തഹി, നീ ലജ്ജിച്ചോ. അൻ തുനാജിയ മൗലാക ബിഖൽബിൻ ഗാഫിലിൻ വസദ്രിൻ മശ്ഹൂരിൻ ബിവസാവിസി ദുനിയ വഖബായിസി ശഹവാത്ത്. 3 കാര്യങ്ങളാണ് നിസ്കാരത്തെ ശല്യപ്പെടുത്തുക. ഒന്ന്, ദുന്യാവിന്റെ ചിന്തകൾ, ദുന്യവിയായ ചിന്തകളാണ് നിസ്കരിക്കാൻ വേണ്ടി വന്നാൽ വരിക. മറ്റൊന്ന്, വേറെ ചില വികാരങ്ങളാണ് നിസ്കരിക്കാൻ വേണ്ടി വരിക. അതേപോലെ തന്നെ മറ്റുള്ള ആളുകളുമായിട്ടുള്ള പകകളും അതേപോലെ തന്നെ അവരുമായിട്ട് പെരുമാറേണ്ട കുറെ കാര്യങ്ങളുമാണ് നിസ്കാരത്തിലേക്ക് കടന്നു വരിക. എന്നിട്ട് ഗസാലിമാവ് ചോദിക്കുന്നു, ഇങ്ങനത്തെ ഒരു കൽബ്, ദുന്യാവിന്റെ ചിന്തകള്, വളരെ നിസ്സാരമായ കാര്യങ്ങൾ, വീട്ടിൽ ഭാര്യ എന്തെങ്കിലും പറഞ്ഞിട്ട് അതിന് മറുപടി പറയേണ്ട മറുപടി, അല്ലെങ്കിൽ അയൽവാസി എന്തെങ്കിലും പറഞ്ഞിട്ട് അതിനുള്ള മറുപടി, അല്ലെങ്കിൽ കടയിൽ ചങ്ങായി നേരത്തൊന്ന് പറഞ്ഞപ്പോ അതിന് അങ്ങനെ മറുപടി പറയാം, ഇങ്ങനെയുള്ള മറുപടി, ഇതൊക്കെയാണ് എവിടെ വരിക, കൽബിലേക്ക് വരിക. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കി, ഈ കൽബേറ്റാണ് അള്ളാന്റെ മുന്നിൽ നിൽക്കുന്നത്, ഈ കൽബേറ്റാണ് റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്നത്. ഇതിനെനിക്ക് ലജ്ജയില്ലേ? കാരണം നീ മനസ്സിലാക്കുക, അള്ളാന്റെ കൽബ് നോക്കുന്നുണ്ട്. അള്ളാന്റെ ചേലും കോലല്ല നോക്കുന്നത്, അള്ളാന്റെ കൽബാ നോക്കുന്നത്. അള്ളാഹു കൽബാണ് നോക്കുന്നത്. അപ്പൊ ഈ കൽബേറ്റാണോ റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്നത്? ഇങ്ങനെയുള്ള ചിന്തകളുമായുള്ള കൽബേറ്റാണ് അള്ളാന്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന ലജ്ജ നിനക്കുണ്ടായിക്കോട്ടെ. വഅലം അന്നഹു തആല മുത്തലിഉൻ അലാ സരീറതിക, നിന്റെ രഹസ്യങ്ങളൊക്കെ അള്ളാഹ്ക്കറിയാം. അതേപോലെ തന്നെ വനാദിറും ഇലാ ഖൽബിക, അള്ളാന്റെ കൽബിലേക്ക് നോക്കുന്നുണ്ട്. ഫഇന്നമാ യതഖബ്ബലുല്ലാഹു മിൻ സ്വലാതിക ബിഖദ്രി ഖുശൂഇക വഖുദൂഇക, നിന്റെ താഴ്മ, നിന്റെ ഭയഭക്തി ഇതനുസരിച്ച് അള്ളാഹ് നിസ്കാരം സ്വീകരിക്കുള്ളൂ. ഒരിക്കലും നിന്റെ അവയവങ്ങൾ നിസ്കാരമല്ലാത്ത പ്രവർത്തനങ്ങളിൽ അനങ്ങിക്കൂടാ. ഖുദൂ എന്ന് പറഞ്ഞാൽ അതാണ്. ഖുദൂ എന്ന് പറഞ്ഞാൽ അവയവങ്ങൾ നിസ്കാരമല്ലാത്തതിലൊന്നും അനങ്ങിക്കൂടാ. നിസ്കരിക്കാതെ നിന്നാൽ കൈ പിടുക്കു പോകും, ഇങ്ങനൊന്നും ഉണ്ടായിക്കൂടാ. മഹാനായ താജുൽ ഉലമ അങ്ങനത്തെ ഇമാമിങ്ങളെ തുടരൂല. നിസ്കരിക്കാതെ നിന്നാൽ കാലിങ്ങനെ അനക്കുക, കൈ കൊണ്ടുപോവുക, കാല് കൊണ്ടുപോവുക, അങ്ങനത്തെ ആൾക്കാർ തുറന്ന് നിസ്കരിക്കുന്നില്ലേ. അങ്ങനെ ഒന്നും ചെയ്യാതെ ജല്ല ജലാലുവായ അള്ളാഹുവിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് നീ മനസ്സിലാക്കണം. നിന്റെ ഖുദൂ അനുസരിച്ച്, ഭയഭക്തി അനുസരിച്ച് അള്ളാഹ് സ്വീകരിക്കുള്ളൂ, അല്ലെ അള്ളാഹു ആ നിസ്കാരം സ്വീകരിക്കൂല. ഉത്തരവാദിത്വം ഒഴിവായി പോകും. നമ്മൾ നിസ്കരിച്ച ഉത്തരവാദിത്വം, ഹൃദയ സാന്നിധ്യം ഇല്ലാതെ നിസ്കരിച്ചാൽ, മറ്റു ചിന്തകളോടുകൂടെ നിസ്കരിച്ചാലും ഉത്തരവാദിത്വം ഒഴിവായി പോകും. നിസ്കരിച്ചെന്നുള്ള കടമ നിർവഹിക്കപ്പെട്ടു പോകും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ പക്കൽ നിന്നുള്ള സ്വീകാര്യത കിട്ടണമെങ്കിൽ ഈ ഭയഭക്തി വേണം.
അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് ഗസാലി ഇമാമും പറഞ്ഞത്. ഇനി അതൊക്കെ ലജ്ജ വേണം, ആരെ മുന്നിലാണ് നിൽക്കുന്നത്, ഈ കൽബിയിട്ട് റബ്ബിന്റെ മുന്നിൽ നിൽക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ലജ്ജ നിനക്ക് വേണം. അങ്ങനെ ചിന്തിച്ച് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഖുൽ റബ്ബിന്നാസും റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീനി വഅഊദു ബിക റബ്ബി യഹ്ദുറൂൻ എന്ന് ഓതിയിട്ട് അവിടെ നിസ്കരിക്കാൻ നിന്നാല് നമ്മളത് ശ്രമിച്ചാൽ ഏറെക്കുറെ ഹൃദയ സാന്നിധ്യത്തോടുകൂടെ നിസ്കരിക്കാൻ നമുക്ക് സാധിക്കും, പരിശീലിച്ചാൽ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. എന്നിരുന്നാലും നിസ്കാരം കഴിഞ്ഞതിന്റെ ഇടക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഇടക്ക് നമ്മൾ ഇങ്ങനൊക്കെ ചെയ്താണ്ട് തുടങ്ങിയിട്ട് ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ പടച്ചോനെ, അത് അധികവും വരില്ല. അത്തഹിയാത്തിന് സലാം വീട്ടാൻ നേരത്ത് പടച്ചോനെ എന്തൊക്കെ ചിന്തയപ്പ വന്നത് എന്ന് ലാസ്റ്റ് തോന്നും. അത് നമ്മുടെ ബലഹീനതയാണ്. അത് കുറേശ്ശെ നമുക്ക് ഇല്ലാതെയാക്കാൻ സാധിക്കും. മഹാന്മാരായ ആളുകളുമായി ബന്ധപ്പെട്ട് നേരത്തെ സുലൈമാൻ ഉസ്താദ് അതിന് വേണ്ടിയിട്ടാണ് കെട്ടിപ്പുറത്തിന്റെ അടുത്ത് പോയത്. അങ്ങനെ അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ഹുദൂഓടുകൂടെ നിസ്കരിച്ച് കിട്ടണം. അതിനുവേണ്ടി ദ്വാരക്കണം, അതിനുവേണ്ടി എന്തെങ്കിലും പറഞ്ഞു തരണം എന്നൊക്കെ മഹാന്മാരായ ആൾക്കാർ അവരുടെ ശൈഖന്മാരോട് ആവശ്യപ്പെട്ടിരുന്നു. അത് വലിയൊരു വിഷയമാണല്ലോ. റബ്ബിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ ചിന്ത അതുവരെ ഇല്ലാത്ത ചിന്തകൾ, അത് ഇവന്റെ പണിയാണ്, ശൈത്താന്റെ പണിയാണ്. അതുവരെ ഇല്ലാത്ത ചിന്തകൾ, മറന്നുപോയ സംഗതികളൊക്കെ അപ്പോഴും ഓർമ്മ വരും. അപ്പൊ അതിൽ നിന്നിട്ടുള്ള ഒരു രക്ഷപ്പെടാനുള്ള മാർഗം ഇതാണ്. അതാണ് ഇന്നത്തെ ക്ലാസ്സിലെ മെയിനായിട്ട് നിങ്ങളോട് പറഞ്ഞത്. അതിനു വേണ്ടിയാണ് മുഅ്ജിസത്ത് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസത്തിന്റെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട മുഅ്ജിസത്താണ് ഇസ്രാ മിഅ്റാജ്. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം ഫർദാക്കി കൊടുത്തത്. നമ്മളെ ബഹുമാനിച്ചുകൊണ്ടും നമ്മൾ അള്ളാഹുലേക്ക് കൂടുതൽ അടുത്തിട്ട് അത് നിമിത്തം അള്ളാഹിന്റെ പൊരുത്തവും സ്വർഗവും നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് അള്ളാഹു നമ്മളെ ബഹുമാനിച്ചുകൊണ്ട് നമുക്ക് തന്നതാണ് നിസ്കാരം. അതൊരു മഹാഭാഗ്യാണ്. റബ്ബിന്റെ മുന്നിൽ 5 നേരം ഇങ്ങനെ നിൽക്കാൻ കഴിയാന്നാണ്. അള്ളാഹിന്റെ മുന്നിൽ 5 നേരം നിൽക്കാൻ കഴിയാന്നുള്ളതൊരു മഹാഭാഗ്യമായിട്ട് നമ്മൾ കാണണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.